അല്ലെങ്കിലും യൂറോപ്പിന് ഇന്ത്യക്കാരോട് വലിയ പുച്ഛമാണ് പണ്ട് മുതലേ. ഇന്ത്യക്കാർക്കാണെങ്കിൽ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള തോന്നലാണ് എപ്പോഴും ഉള്ളത് താനും. എന്തായാലും ഇപ്പോൾ ഫോറിൻ മിനിസ്റ്ററായിട്ട്, അതായത് നമ്മുടെ വിദേശകാര്യമന്ത്രിയായിട്ട് ജയശങ്കർ വന്ന ശേഷം യൂറോപ്പുകാരെ മുക്കിന് എടുത്ത് ഉടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കുറിക്കുകൊള്ളുന്ന മറുപടിയൊക്കെ കൃത്യമായി യൂറോപ്പിന് ഇപ്പോൾ ഇന്ത്യ കൊടുക്കാറുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ശശി തരൂർ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പോയി ബ്രിട്ടീഷുകാരുടെ അരാജകത്വം, ഇവിടെ നടത്തിയ അരാജകത്തെക്കുറിച്ച് പ്രസംഗിച്ചതും ഇന്ത്യയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ സ്വത്തുക്കൾ ഉപയോഗിച്ചാണ് യൂറോപ്പ് വികസിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതും. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ദിവസം ഒരു കുനിഷ്ഠ ചോദ്യവുമായി നമ്മുടെ ഫോറിൻ മിനിസ്റ്ററിൻ്റെ അടുത്ത് യൂറോപ്പിലെ ചില മാധ്യമങ്ങളെത്തി. ഇന്ത്യയുടെ ഊർജ്ജ തെരഞ്ഞെടുപ്പുകളെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യാഴാഴ്ച വലിയ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി. ഫിൻലാൻഡ് ഇന്ത്യ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നതിനെക്കുറിച്ചുള്ള പാശ്ചാത്യ വിമർശനത്തിലെ അന്തർലീനമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളെ എടുത്തു കാണിക്കുകയായിരുന്നു. അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നു, ഈ എണ്ണ മേടിക്കുന്നത് ഈ റഷ്യ യൂറോപ്പിന് നേരെയാണ് ഉപയോഗിക്കുന്നത് ആ പൈസ എന്നാണ് ഫിൻലാൻഡ് പ്രധാനമായിട്ടും പറയാനായിട്ട് ഉദ്ദേശിച്ചത്. സെഷനിൽ റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ ഒരു പത്രപ്രവർത്തകൻ ചോദ്യം ചെയ്തു. അദ്ദേഹം റഷ്യയോട് വളരെയധികം അനുകമ്പയുള്ളതാണെന്നും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ വളരെയധികം തയ്യാറാണ് ഇന്ത്യയെന്നും വലിയ രീതിയിൽ ആരോപിച്ചു. അതായത് യുക്രൈനോട് ഇന്ത്യക്ക് അനുകമ്പയില്ല, റഷ്യയോടാണ് അനുകമ്പ എന്ന് പറഞ്ഞു. വിമർശനത്തിന് നമ്മുടെ ജയശങ്കർ ശക്തമായിട്ടുള്ള മറുപടിയാണ് നൽകിയത്. ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലുള്ള ഇന്ത്യയുടെ പ്രായോഗിക സമീപനം ജയശങ്കർ വ്യക്തമാക്കി. ഫിൻലൻഡിൽ നടന്ന കുൽത്തരന്ത ടോക്സിൽ ഉയർന്നു വരുന്ന ശക്തികളും പുതിയ ഭൗമരാഷ്ട്ര മത്സരവും എന്ന വിഷയത്തിലുള്ള ചർച്ചയിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ഉണ്ടായത്. ഞാൻ രണ്ട് നിരീക്ഷണങ്ങൾ നടത്താം. വിലയും ലഭ്യതയും നോക്കിയാണ് ഞങ്ങൾ എണ്ണ വാങ്ങുന്നത്, അല്ലാതെ ഞങ്ങൾ ആരുടെയും സൗഹൃദം നോക്കിയല്ല എണ്ണ വാങ്ങുന്നത്. വില, രണ്ടാമത് ലഭ്യത, ഇത് രണ്ടുമാണ് ഒരു രാജ്യത്തിൻ്റെ നമ്മുടെ പ്രത്യേകത. അതിനാൽ ആ സമയത്ത് വിപണിയിൽ ലഭ്യമായ എണ്ണയുടെ ഭൂരിഭാഗവും റഷ്യൻ എണ്ണയാലും വില കുറച്ച് അവർ അത് തന്നു. കാരണം യൂറോപ്യന്മാർ പ്രധാനമായും മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് എണ്ണ വാങ്ങുന്നത്. അത് നമ്മുടെ പരമ്പരാഗത വിതരണക്കാരായിരുന്നു ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. അതിനാൽ സാഹചര്യങ്ങൾ ഞങ്ങളെ ഒരു പ്രത്യേക ദിശയിലേക്ക് തള്ളിവിട്ടു എന്ന് ജയശങ്കർ കൃത്യമായി പറയുന്നുണ്ട്. ആഗോള സുരക്ഷാ ചലനാത്മകതയുമായി ബന്ധപ്പെട്ട യൂറോപ്പിൻ്റെ ചരിത്രവും ധാർമ്മികവുമായ പൊരുത്തക്കേടുകളിലേക്ക് ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രി വിമർശനം കൂടുതൽ കടുപ്പിച്ചു. തൻ്റെ പ്രസ്താവനയെക്കുറിച്ച് വിശദീകരിക്കാൻ സംഭാഷണക്കാരൻ ആവശ്യപ്പെട്ടപ്പോൾ മേഖലയിലേക്കുള്ള പാശ്ചാത്യ ആയുധ വിതരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ദീർഘകാല സുരക്ഷാ ആശങ്കകൾ ജയശങ്കർ പങ്കുവച്ചു. ഇന്ത്യൻ ആയുധങ്ങൾ ഉപയോഗിച്ച് ഒരു യൂറോപ്യൻ രാജ്യവും ആക്രമിക്കപ്പെട്ടിട്ടില്ല. യൂറോപ്പിന് ഇന്ത്യയേക്കാൾ ആയുധങ്ങൾ ആവശ്യമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. യൂറോപ്പ് ഇന്ത്യ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ വിൽക്കുന്നു. ഇപ്പോൾ മാത്രമല്ല, വർഷങ്ങളായി യൂറോപ്പിനെ അപകടപ്പെടുത്തുന്ന ഒന്നും നമ്മൾ ഇന്ത്യക്കാർ ഒന്നും ചെയ്തിട്ടില്ല. അതൊരു ന്യായമായ കാര്യമായിട്ട് ഞാൻ കരുതുന്നു എന്നാണ് ജയശങ്കർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.